സുഹൃത്തുക്കളെ നമസ്കാരം. ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനുള്ളതേ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ട് അതുപോലെ നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട്, കാക്കനാടായിട്ടും വളരെ അടുത്തായിട്ട് ക്ലോസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്തും, കങ്ങരപ്പടി എന്ന് പറയുന്നത് വലിയൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് ഏകദേശം അടുത്തായിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ബോക്സി ഡിസൈനിങ്ങിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഇപ്പൊ നിലവിൽ പരിചയപ്പെടുത്താനുള്ളത്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ വടക്ക് ദർശനമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫേസ് വരുന്നത് വടക്കും, അതുപോലെ വടക്ക് കിഴക്ക് ദർശനമായിട്ട് നമുക്ക് കിണർ സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല. അത്യാവശ്യം ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ നടാനുള്ള സൗകര്യവും ചെടികൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് അത്യാവശ്യം ഒരു സ്പേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്ന 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലത്ത് നമ്മൾ ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ ചെയ്താണ് ഈ ഒരു വീടിന്റെ ഭംഗി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോബിൾ സ്റ്റോൺ ഒക്കെ വിരിച്ചിട്ടുണ്ട്. 2 വാഹനം, വലിയൊരു വാഹനവും ഒരു ചെറിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ, ഈ ഒരു കോമ്പൗണ്ടിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മുനിസിപ്പൽ വെള്ളം കൂടാതെ കിണർ സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് 5 സെന്റില് 2500 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ മെയിൻ ഡോർ വരുന്നത് 2 ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ നല്ല ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ കൂടിയാണ്. അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും വാം ലൈറ്റുകൾ, പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്താണ് ഈ വീടിന്റെ ഇന്റീരിയർ വളരെയധികം ഭംഗിയാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഡയറക്ട്ലി സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ ഗ്ലാസുകളൊക്കെ ഇവിടെ വരുന്ന വലിയൊരു മിറർ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഷെൽഫുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് പാഷ്യോ ഒരുക്കിയിട്ടുണ്ട്. ഇത് സൈഡ് ചെയ്ത് തുറക്കാവുന്ന ഡോറാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്ത് തന്നെ ഇതിന്റെ ബിൽഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ സ്റ്റെയർ കേസിന്റെ താഴത്ത് അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഇൻവെർട്ടർ എന്തെങ്കിലും വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അതുകൂടാതെ ഇവിടെയായിട്ടാണ് വാഷ് ബേസിന്റെ ഒരു കൗണ്ടർ വരുന്നത്. ആ ഒരു ഏരിയ കൗണ്ടർ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ട. അപ്പൊ ഇനി നമുക്ക് താഴെ 2 ബെഡ്റൂം എന്നുള്ളത്, ആദ്യത്തെ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് മോഡുലർ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കി ചെയ്ത്, അതുപോലെ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത്, ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 ഫേസ് കണക്ഷൻ ആണ് വരുന്നത്. ടോൾ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഹോബ് വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചുറ്റിനും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ജാഗ്വറിന്റെ ടാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. സിങ്കിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ സൗകര്യം നമുക്ക് ഈ ഒരു ബാക്ക് വശത്തായിട്ട് നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. ബെഡ്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത്. അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ വാൾറോബ് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന ഒരു ഡോർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് ബെഡ്റൂമിന്റെ സ്ഥാനവും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബാത്റൂമിന്റെ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം ഒക്കെ നല്ല ഒരു എന്താ, ഇത് എന്ത് കളറാണ്? ഗ്രേ ആണ്. ഗ്രേ കളർ ടൈലുകൾ വിരിച്ചിട്ടുണ്ട്. അത് മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കോൺസെപ്റ്റില് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജാഗ്വാറിന്റെ സാനിറ്ററി ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ കൺസീൽഡ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് അറിയാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം ഈ നേരെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത്
ടിവിയുടെ യൂണിറ്റിന്റെ അവിടെ നിന്ന് നേരെ കയറുന്നത് കണ്ട. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം വളരെയധികം ആദ്യത്തെ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യസ്തത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഇവിടെ ഇരിക്കാനോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. അതും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇത് സ്ലൈഡ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള നല്ല കാറ്റും നല്ല വെളിച്ചവും, നല്ല കാറ്റാണ് അവിടെ നിന്ന് വരുന്നത്. വൈകിട്ട് ടൈമിലൊക്കെ നല്ല കാറ്റ്, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ഇരിക്കാനും കിടക്കാനും എല്ലാത്തിനുള്ള സൗകര്യം നമുക്ക് വളരെയധികം ഡിഫറൻറ്റോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറിയിട്ട് മേളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റെയർ കയറി ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ്സിൽ തടി വെച്ചുള്ള ഹാൻഡ് റെയിലാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അത് ഡയറക്ട്ലി സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ്, ലിവിംഗ് ഏരിയ കണ്ടാ എന്താ സ്പേസ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിലും ഇതിന്റെ ബിൽഡപ്പ് ഏരിയ ആണെങ്കിലും വളരെയധികം വ്യത്യസ്തത ഇതിന്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇത് തുറന്നിട്ടാലും നമുക്ക് മേളിൽ നിന്ന് അവിടെ നിന്നുള്ള കാറ്റും നല്ല വെളിച്ചവും നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് TV യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ അത്യാവശ്യം നമുക്ക് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. മുകളിൽ രണ്ട് ബെഡ്റൂം. ഇത് ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്, ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ മഹാഗണി, ആഞ്ഞിലി മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂമും വളരെയധികം 4 ബെഡ്റൂമും വളരെയധികം സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെ, വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത് അതിനോട് തൊട്ടുചേർന്ന് തന്നെയാണ് ബാത്റൂം സൗകര്യവും ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ബെഡ്റൂമിന് പോലെ തന്നെയുള്ള ബാത്റൂം സൈസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇനി അവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ 4 ബെഡ്റൂം കൂടാതെ യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. അതുപോലെ ഇതാണ് നാലാമത്തെ ബെഡ്റൂമും ആ താഴെ ആദ്യം കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസിൽ തന്നെയാണ്. അപ്പൊ അതിനോട് തൊട്ട് ഇവിടുന്ന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാൽക്കണിയാണ്. ബാൽക്കണി വളരെയധികം വിശാലമായിട്ടുള്ള ബാൽക്കണി. അപ്പൊ ഇത്രത്തോളം സൗകര്യങ്ങൾ പോരെ നമുക്കൊരു വീട്ടിന്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കങ്ങരപ്പടിയിലാണ്. അപ്പൊ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ 5 സെന്റ് സ്ഥലം 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് യൂട്ടിലിറ്റി ഏരിയ. അതുപോലെ ഇവിടുന്ന് ബാൽക്കണി, മെയിൻ ആയിട്ടുള്ള ഡോർ ഇവിടെ നിന്നാണ് വരുന്നത് കണ്ട. അപ്പൊ ഇത്രത്തോളം സൗകര്യങ്ങൾ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് നല്ല ഹൈറ്റും നല്ല ലൊക്കേഷനും നല്ല ലാൻഡ് വാല്യൂ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ്. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 1,60,00,000 രൂപ. നെഗോഷ്യബിൾ ആണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും കാണാമല്ലോ. ഓക്കെ.